സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഒമാനിലെ പ്രവാസി സമൂഹം 2016 ഒക്ടോബർ 21 മസ്കറ്റിലെ വാദി കബീറിൽ നടന്ന ശ്രീനാരായണ ഗുരു അനുസ്മരണത്തിൽ സീതാറാം യെച്ചൂരി പങ്കെടുത്തിരുന്നു. അന്നത്തെ യെച്ചൂരിയുടെ പ്രസംഗം ഓർമ്മിക്കുകയാണ് ഒമാനിലെ പൊതുപ്രവർത്തകർ. സീതാറാം യെച്ചൂരിയുടെ വിയോഗം തീരാനഷ്ടമെന്ന് ഒമാനിൽ നിന്നുള്ള ലോക കേരള സഭാംഗവും പ്രവാസി ക്ഷേമനിധി ബോർഡംഗവുമായ വിൽസൺ ജോർജ് പറഞ്ഞു. നവലിബറൽ കാലത്തെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയും വർത്തമാനകാല ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് കടന്നാക്രമണങ്ങൾക്കെതിരെയും തൊഴിലാളി വർഗത്തിന്റെ ചെറുത്തുനിൽപ്പിന് ദിശാബോധം നൽകിയ പോരാളിയും അതേസമയം തീക്ഷ്ണശാലിയുമായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. 2016 അദ്ദേഹം മസ്കറ്റ് സന്ദർശിച്ച അവസരത്തിൽ 3 ദിവസം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനുടനീളം അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാനും അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാനും കഴിഞ്ഞത് വ്യക്തിപരമായും പ്രവാസ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും വിലമതിക്കാനാവാത്ത ഒരു അനുഭവമായാണ് ഞാൻ കാണുന്നത്. ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിംഗ് കൺവീനർ സന്തോഷ്, കോ കൺവീനർ വിജയൻ എന്നിവർ സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തനങ്ങളെ ഓർമ്മിച്ചെടുത്തു. 2016 അദ്ദേഹം ശ്രീനാരായണ ഗുരു അനുസ്മരണ പ്രഭാഷണത്തിനായി മസ്കറ്റിലെത്തിയപ്പോൾ ഒരു കുടുംബാംഗം എന്ന പോലെയാണ് നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടത്. കുടുംബത്തിലെ മുതിർന്ന ഒരംഗം അല്ലെങ്കിൽ ഒരു കാരണവർ വിട പറഞ്ഞു പോയതുപോലെയാണ് ഇന്നത്തെ ഒരു ശൂന്യത. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ പിരിഞ്ഞുപോയ ഒരു ശൂന്യതയാണ് ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലൂടെ, ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ നേതൃനിരയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സഖാവ്, വളരെ സജീവമായ ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവാണ്. ആ സഖാവിന്റെ വേർപാട് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ നഷ്ടം തന്നെയാണ്. കേരള വിംഗ് അംഗങ്ങളായ ജസ്ന, ശ്രീകുമാർ എന്നിവരും സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സഖാവിന്റെ നഷ്ടം നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഇന്ത്യൻ മതേതര പ്രസ്ഥാനങ്ങൾക്കും തീരാനഷ്ടമാണ്. ഫാസിസത്തിനെതിരെയും മോദി ഗവൺമെന്റിന്റെ 3ാം ഭരണത്തിനെതിരെയും ശക്തമായ സമരപരിപാടികളും മറ്റു കാര്യങ്ങളും ആലോചിക്കുന്ന ഈ വേളയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യൻ സമൂഹം ഏത് രീതിയിൽ നികത്തും എന്നുള്ളതാണ് എല്ലാവർക്കും ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഒമാൻ.